നമസ്കാരം സുഹൃത്തുക്കളെ, വിഷ്ണുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയാൻ നേരത്ത് ഒരു ജൈവ സ്ലറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ മെയിനായിട്ട് ഇത് എടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓണക്കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു മുറം പച്ചക്കറി എന്നൊരു ടോപ്പിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പടവലമൊക്കെ നമുക്ക് കായ അയച്ചിട്ടുണ്ട്, അതിന് പൂ വന്നിട്ടുണ്ട്, ചെറിയ പെൺപൂവൊക്കെ വിരിയുന്നുണ്ട്, പിന്നെ ഫ്ലവറൊക്കെ ധാരാളം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ജൈവ സ്ലറി നമുക്ക് കൊടുക്കണം കേട്ടോ. കറക്റ്റായ രീതിക്കാണ് ഈ സമയത്ത് നമുക്കൊരു ജൈവ സ്ലറി കറക്റ്റായിട്ട് കൊടുക്കണം. പടവലായാലും പിന്നെ പാവലായാലും ഇപ്പോൾ ഇങ്ങനെയുള്ള എന്ത് വന്നാലും തന്നെ ഈ സമയത്ത് നമുക്കൊരു ജൈവ സ്ലറി കറക്റ്റായിട്ട് തന്നെ ഈ ഒരു സ്ലറി കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സ്ലറി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ജൈവ സ്ലറി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ചാണകം കേട്ടോ. അപ്പോൾ നമ്മൾ 10 കിലോ ചാണകം ഒരു കറക്റ്റായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അതിനൊന്ന് കലക്കി കറക്റ്റായിട്ട് തന്നെ വെള്ളമായി നല്ല രീതിക്ക് തന്നെ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് 10 കിലോ ചാണകം എടുത്തിട്ട് ഒരു ഡ്രമ്മിനകത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ചാണകം ലയിപ്പിച്ചെടുക്കണം കേട്ടോ. 10 ലിറ്റർ ചാണകത്തിന് 5 ലിറ്റർ വെള്ളവും കൂടെ കൊടുത്ത് ലയിപ്പിച്ചെടുക്കണം കേട്ടോ. അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇതേപോലത്തെ കപ്പലണ്ടി പുണ്ണാക്കാണ് കേട്ടോ. ഇതാ കപ്പലണ്ടി പുണ്ണാക്ക് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ കപ്പലണ്ടി പുണ്ണാക്ക് കൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. നമ്മളിതിപ്പം 1/2 കിലോ കപ്പലണ്ടി പുണ്ണാക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ലയിപ്പിച്ചത് കറക്റ്റായിട്ടൊന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് ലയിച്ച് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ സ്ലറി എടുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്ലറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് ലയിക്കട്ടെ. നമ്മൾ കടലപ്പിണ്ണ കറക്റ്റ് നല്ല രീതിക്ക് തന്നെ ലയിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് തന്നെ ലയിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ ആവണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റ് നമുക്ക് പെട്ടെന്ന് സ്ലറി ഉണ്ടാക്കാന്നുള്ളൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ലയിപ്പിച്ചാണ് കൊടുക്കുന്നത്. നമുക്ക് തോന്നിയ ദിവസമൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിലേറ്റൊക്കെ വീഴ്ത്തി കൊടുക്കാം കേട്ടോ. ഉണ്ടാക്കി കിടപ്പുണ്ട്. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് ഇനി ഇത് കറക്റ്റ് നെമക്ക വെള്ളം ഒഴിക്കണം കേട്ടോ. നെമക്ക വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമുക്ക് നമ്മൾ വെള്ളം കറക്റ്റായിട്ട് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ലറി നമ്മൾ 5 ലിറ്ററിൻ്റെ ഒരു എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നമ്മളൊരു 10 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് അതായത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് 5 ലിറ്റർ സ്ലറി 5 ലിറ്റർ വെള്ളം ഈ രീതിക്ക് ഡൈലൂട്ടായിട്ട് നമുക്ക് ആ ചെടിയുടെ ചൂടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല രീതിക്കുള്ള കാഫലം നമുക്ക് കിട്ടും കേട്ടോ. സ്ലറി നമ്മൾ ആ പടവലത്തിനാണ് ആ പടവലമാണ് കേട്ടോ. നമ്മളെ പടവലത്തിൻ്റെ ചൂടിലേക്ക് വീട്ടി കൊടുത്താൽ മതി. 2-3 കപ്പ് വെച്ച് അങ്ങോട്ട് വീട്ടി കൊടുത്താൽ നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മൾ കോഴിവളവും ആട്ടുമ്പഴത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലുപൊടിയൊക്കെ കൊടുത്ത് നമ്മൾ നട്ടെടുത്തതാണ്. അതിന് ഇതും കൂടെ കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് വേര് പിടിച്ച് നല്ല രീതിക്കുള്ള കാഫലം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ കുക്കുംബറാണ് കേട്ടോ. അപ്പോൾ കുക്കുംബറിനൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ ചാണകവും നല്ല കടലപ്പിണ്ണാക്കും ആയിട്ടുള്ള സ്ലറി നമുക്ക് കുക്കുംബറിനൊക്കെ വീട്ടിൽ കൊടുക്കാം. ഇതിൻ്റെ കാവലമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിലുള്ള കാവലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ആടാ നമ്മളെ പടവലം നിൽക്കുന്നതല്ലേ, പടവലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പടവലമൊക്കെ കായ് വീണിട്ടുണ്ട്, അതിൽ പിഞ്ചായിട്ടുണ്ട്, നിറയെ പൂ വരുന്നുണ്ട്. ഈ സമയത്തൊക്കെയാണ് നമ്മളത് കൊടുക്കാനുള്ളത് കേട്ടോ. നമ്മൾ കാഴ്ചയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന പറയാൻ നമ്മളൊരു ഇതാക്കിയാണ് ഈ കാഴ്ചയിൽ എത്ര കിടക്കുന്നുണ്ടോ, എന്തുമാത്രം കാഴ്ച ഇതിനകത്ത് കിടക്കുന്നുണ്ടോ. അപ്പോൾ ഈ കാഴ്ച ഇതിപ്പോൾ ആൺ കാഴ്ചയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആ ഒരു ഫെർമോങ്കണി അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫെർമോങ്കണി എന്ന് പറഞ്ഞാൽ ഫെർമോങ്കണി നമ്മൾ ആ എടുത്തിട്ട് അതിൻ്റെ ലിക്വിഡ് മേടിച്ചിട്ട് നമ്മൾ പ്ലേയൂട്ട് പീസ് എടുത്തിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. അപ്പോൾ 10-100 രൂപ കൊടുത്തൊക്കെ നല്ല 100-120 രൂപ ആ ഒരു റേഞ്ചൊക്കെ ആവും നമ്മൾ ഫെർമോങ്കണിയുടെ കട്ട മേടിക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ലിക്വിഡ് മേടിച്ചാൽ ധാരാളം
തോനേ വർഷം തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. കുറച്ച് ഒരു 2 ഡ്രോപ്പ് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമുക്ക് ആ കാഴ്ചയൊക്കെ പിടിക്കാൻ കേട്ടോ. എല്ലാം നമ്മൾ ആ രീതിക്ക് ചെയ്തെടുത്തതാണ് കണ്ടോ. എൻ്റെ കാഴ്ചയൊക്കെ കണ്ടോ, എനിക്ക് നിറയെ ഇരിപ്പുണ്ട്. അവിടെ എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ പാവലാണ് കേട്ടോ. ഈ പാവലിനൊക്കെ നമ്മൾ ഈ സ്ലറി കൊടുക്കാണ്ട് അതൊക്കെ പൂക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടോ കേട്ടോ. കണ്ടോ ഓക്കെ കണ്ടോ, പൂക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ധാരാളം പെൺപൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ആ കാഴ്ചയെല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, എല്ലാം നമുക്ക് ആ സ്ലറി നമുക്ക് കൊടുക്കാം. നമ്മൾ കോഴികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും സ്ലറി കൂടെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം. നമ്മളെ മുളവാണ് കേട്ടോ. മുളവിൻ്റെയൊക്കെ പ്ലാന്റ് ഏകദേശം തീർന്നു പോയി. എന്നാലും കുഴപ്പമില്ല, നിറയെ പിന്നും കായ്ക്കുന്നുണ്ട് കേട്ടോ. നിറയെ പിന്നും കായ്ക്കുന്നുണ്ട്. ഓക്കെ ഉണ്ടോ, നിറയെ തന്നെ പിന്നും കായ്ക്കുന്നുണ്ട്. നല്ലതൊക്കെ തന്നെ കായ്ക്കുന്നുണ്ട്. ഉണ്ടോ, ഒരു മുളകിൻ്റെയൊക്കെ ഒരു കരുത്ത് കണ്ടില്ലേ. ഇത് നമുക്കുള്ള മാലിക്ക് മുളകാണ് കേട്ടോ. മാലി മുളകാണ്. ഉണ്ടോ, മാലി മുളകാണ്. ഇത് നമ്മൾ ധാരാളം വിളവെടുത്തതാണ്. അതിപ്പോൾ ഇനി പറിക്കാൻ കിടക്കുന്നു. ഇപ്പം ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്കത് പറിക്കാനുള്ളത്. ഇതൊക്കെ നമുക്ക് നമ്മളാ സ്ലറിയും ഇപ്പോൾ ഈ സ്ലറിയുടെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റുകൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ലറിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്ലറിയാണ്. അതുപോലെ ദിവസമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല സ്ലറിയാണ് കേട്ടോ. നമ്മളെ നീല മുളകാണ് കേട്ടോ. അതിപ്പോൾ കാച്ച ഉണങ്ങിയതേ ഉള്ളൂ കേട്ടോ. മറ്റതൊക്കെ നമ്മൾ പ്ലാന്റിൽ കഴിഞ്ഞ് പിന്നും ഇതാ കാച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല കാണാതെ മുളക് കായ്ക്കുന്ന ഒരു രീതിക്കൊക്കെ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രീതിക്കുള്ള റിസൾട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പം നല്ലതൊക്കെ തന്നെ മുട്ട് വരുന്നുണ്ട്. അതിൽ തന്നെ ഇതിനകത്ത് കുരുടുപ്പ് കാര്യങ്ങളൊന്നുമില്ല രീതിക്കുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനും സ്ലേറി നമുക്ക് കൂട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളിയാണ് കേട്ടോ. തക്കാളിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ജമന്തിയാണ് കേട്ടോ. ജെണ്ടുമല്ലി. അപ്പോൾ ജെണ്ടുമല്ലി നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓണത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അങ്ങ് അറ്റം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇതങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് പൂക്കാനൊക്കെ നല്ലതാണത്, കഴിക്കാനൊക്കെ. ഇതങ്ങ് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ വെള്ളരിയാണ് കേട്ടോ. ഇവിടെ വെള്ളരിയാണ്. ഇപ്പോൾ പൂവ് വന്നിട്ടുണ്ട്, കായായിട്ടുണ്ട്. ആ ഭാഗത്തും നമ്മളെ പടവലവും കിടക്കാം കേട്ടോ. ഫ്രണ്ട് പടവലമുണ്ട്, ഇവിടെയും ആയിട്ട് പടവലമുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വിത്തി കൊടുക്കാം. ഇത് നമ്മളെ ബാക്ക് സൈഡിലുള്ള പടവലമാണ് കേട്ടോ. ഇത് ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ചെയ്തിട്ട് പടവലമാണ്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ പടവലം അതിന് ചെയ്യുന്ന സ്ലറിയൊക്കെ വിത്തുന്ന കാണിച്ചുകൊണ്ട് ഇത് ബാക്കായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇത് അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജൈവ സ്ലറി കറക്റ്റായ രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. കറക്റ്റായ രീതിക്ക് തന്നെ നിങ്ങളത് ചെയ്ത് നോക്കുക. നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടി. ഈ സമയത്താണ് നമുക്ക് ആ ഒരു സ്ലറി കൊടുക്കാനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 2, 3, 4, 5 ദിവസവും ഒരാഴ്ച ദിവസം ഒന്നും കാത്തിരിക്കേണ്ട തന്നെ. അപ്പോൾ അന്ന് തന്നെ നമുക്ക് 2 കൂടെ കറക്റ്റായിട്ട് ലയിക്കണം. 2 ചാണകവും അതുപോലെ തന്നെ നമ്മൾ കപ്പലണ്ടി പുണ്ണാക്കും കറക്റ്റായ രീതിക്ക് തന്നെ ലയിച്ചുകൊണ്ട് നമുക്ക് പിന്നെ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് കറക്റ്റായി കൊടുക്കാനുള്ളതാണ്. നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പം 5 ലിറ്റർ ജൈവ സ്ലറിക്ക് 5 ലിറ്റർ വെള്ളം 2 ഈക്വലായിട്ട് രീതിക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിക്കുള്ള റിസൾട്ട് കിട്ടും. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൊടുത്താൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു കണ്ടന്റ് വരെ ഗുഡ് ബൈ.